നിങ്ങൾക്കൊരു ഐഫോൺ എടുക്കണം, പക്ഷേ ബഡ്ജറ്റ് ഷോർട്ടാണ്. ഈ വീഡിയോൻ്റെ അകത്ത് ഏറ്റവും ബഡ്ജറ്റ് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും നല്ല കുറച്ച് ഐഫോണുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും ബഡ്ജറ്റായിട്ട് എടുക്കാൻ പറ്റിയ ഐഫോണാണ് ഐഫോൺ 12. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 20,000 നിയർ ആണ്. പക്ഷെ ഓർക്കണം, ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, അതായത് iOS 27 ഐഫോൺ 11 വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഐഫോൺ 12 ചൂസ് ചെയ്യാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഐഫോൺ 13 ആണ്. ഐഫോൺ 13 ഒരു നല്ല ഫോണാണ്. അതായത് ഐഫോൺ 12നെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഐഫോൺ 13 വന്നിരിക്കുന്നത്. അതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 30,000 നിയർ ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സിനിമാറ്റിക് വ്യൂ ഉണ്ട്, അതുപോലെ A15 ബയോണിക് ചിപ്സെറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം ഫാസ്റ്റാണ്, എല്ലാ കാര്യങ്ങളും നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ 13 Pro അതുപോലെ Pro Max ആ സീരീസ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എടുക്കാതിരിക്കുന്നതല്ല, ഒരിക്കലും എടുക്കാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഡിസ്പ്ലേക്ക് കംപ്ലൈൻറ്റ് വരുന്ന സീരീസാണ് ഈ 13 Pro അതുപോലെ 13 Pro Max ആ സീരീസ്. 13 വലിയ പ്രശ്നമൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് കേൾക്കുന്നുണ്ട് ഈ ഗ്രീൻ ലൈൻ്റെ ഇഷ്യൂസ്, പക്ഷേ റെയർലി ആണ് അത് ഉണ്ടാവാറുള്ളൂ. അടുത്ത ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 14 ആണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അത് എടുക്കരുതെന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 13ഉം 14ഉം തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്നല്ല, തീരെ വ്യത്യാസമില്ല. സെയിം ചിപ്സെറ്റാണ്, സെയിം ക്യാമറയാണ്, സെയിം ലുക്കാണ്, മൊത്തത്തിൽ നോക്കുമ്പോൾ സെയിം ആണ്. ആകെ ഡിഫറൻസ് വരുന്നത് ഈ 13 റാം വരുന്നത് 4GB ആണ്, 14 വരുന്നത് 6GB ആണ്. അത് മാത്രമേ ഈ പറഞ്ഞ രണ്ട് വേരിയൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് 14 സീരീസ് എടുക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഐഫോൺ 14 പ്ലസ് എടുക്കാം. അതിനാവുമ്പോൾ നല്ല ബാറ്ററി ഹെൽത്ത് ഉണ്ട്. പിന്നെ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഈ ഐഫോൺ 14 പ്ലസിന് റേറ്റ് വരുന്നത് അറൗണ്ട് 38-39 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ആ ഒരു ബഡ്ജറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐഫോൺ 14 പ്ലസ് എന്തായാലും എടുക്കാം. അടുത്ത ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 14 Pro ആണ്. നല്ല ഫോണാണ്, നല്ല ക്യാമറയാണ്, നമ്മുടെ വീഡിയോഗ്രാഫിക്കൊക്കെ പക്കയാണ്, എല്ലാം കൊണ്ടും നല്ല ഫോണാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ ഓൺലൈനിൽ നോക്കിയാലും ആരുടെ അടുത്ത് ചോദിച്ചാലും പറയും നല്ല ഹീറ്റുള്ള ഫോണാണ്. കാരണം ബാറ്ററി ലൈഫ് തീരെ ഇല്ല. അതായത് ഐഫോൺ 14ൻ്റെ ബേസ് വേരിയൻറ്റിനേലും കുറവാണ് ഈ പറഞ്ഞ ഐഫോൺ 14 Proൻ്റെ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾക്കിപ്പോൾ വീഡിയോഗ്രാഫിക്ക് വേണം, അതിന് നല്ലൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 14 Pro തന്നെയാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും നല്ല ഓപ്ഷൻ. ഒരു കാര്യം ചെയ്താൽ മതി, അതിൻ്റെ റിഫ്രഷ് റേറ്റ് അങ്ങോട്ട് കുറച്ചിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചോ. അതായത് അത്രയും നമുക്ക് വീഡിയോ എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 120 Hz നിന്ന് നേരെ 60 Hz ആയിട്ട് കുറച്ചിട്ട് അങ്ങ് ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ വലിയ ബാറ്ററിയുടെ ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷേ ഐഫോൺ 14 Pro Max എന്ന് പറഞ്ഞ സീരീസും 14 Proയും തമ്മിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല. ഈ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടും അടിപൊളി ഫോണാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടും, പ്ലസ് നല്ല ബാറ്ററി ലൈഫും കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണായിരിക്കും ബഡ്ജറ്റ് റേഞ്ചിൽ ഈ വീഡിയോഗ്രാഫിക്കാണെങ്കിലും ഫോട്ടോഗ്രാഫിക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫോൺ. നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയൊരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഐഫോൺ 15 എടുക്കാം. നല്ല സീരീസാണ്. ഐഫോൺ 15നൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് അറൗണ്ട് 45 ആണ്. അതിൻ്റെ അകത്ത് 15 പ്ലസ് ആണെങ്കിലും നല്ലതാ, 15 Pro ആണെങ്കിലും നല്ലതാ, Pro Max ആണെങ്കിലും നല്ലതാ. 15 Pro ഒക്കെ വീഡിയോഗ്രാഫിക്ക് നല്ല ഫോണാണ്. പക്ഷേ ഇതിന് ബഡ്ജറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോൻ്റെ അകത്ത് അതിന് മാത്രം ഡിസ്കസ് ചെയ്യാത്തത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തായാലും സെക്കൻഡ് ഫോൺ എടുക്കണേ, റീഫർബിഷ്ഡ് ഫോൺ എടുക്കണേ, പരമാവധി വാറൻറ്റി ഉള്ള ഫോൺ എടുക്കുക. അതായത് നമ്മളിപ്പോൾ ക്യാഷിഫൈ എന്നൊക്കെയാണ് മേടിക്കുന്നുണ്ടെങ്കിൽ 6 മാസത്തെ വാറൻറ്റി കിട്ടും. അല്ല നിങ്ങളിനി പുറത്തുനിന്ന് എടുക്കണമെങ്കിലും ഒരു 6 മാസമെങ്കിലും മിനിമം ചോദിച്ച് മേടിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മേടിച്ചിട്ട് 1 മാസത്തിന് ശേഷം അങ്ങനെ പണി കിട്ടിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടും, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നന്നാക്കാനായിട്ട് നല്ല പൈസയാണ് വരാം. അപ്പോൾ പരമാവധി ഒരു 6 മാസമെങ്കിലും വാറൻറ്റി ഉള്ള ഫോൺ മേടിക്കാൻ നോക്കാം. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നന്ദി.